ഹായ് കൂട്ടുകാരെ, ഞാനൊരു കറി വയ്ക്കാനൊരുങ്ങുവാണേ. ഉണക്കമീൻ കറി. ഉണക്കമീനും വഴുതനങ്ങയും. ഇത് ഉണക്കമീനാണേ. അതായത് നമ്മുടെ കരിഞ്ചാള മത്തി എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. ഇവിടെ ഇതിന് മത്തി എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞ് എടുത്തതാണേ. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ കുറച്ച് ഒരു 2 ചെറിയ വഴുതനങ്ങ, അത് ദാണ്ട ഇങ്ങനെ നീളത്തിലരിഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുത്ത്. ഉള്ളി നമുക്ക് എത്ര വേണേലും ചേർക്കാം, ഇഷ്ടമുള്ള പോലെ. ഉള്ളി ചേർക്കുന്നതനുസരിച്ചുള്ള ടേസ്റ്റ് കിട്ടുമേ. പിന്നെ അല്പം പിഴുപുളിയാണ്. പിഴുപുളി വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഒരു 3 പച്ചമുളക് അരിഞ്ഞത്, 3 കറിവേപ്പില, അതുപോലെ ചെറിയ സ്പൂണിൻ്റെ 2 സ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ മല്ലി കൂടിയെന്ന് വിചാരിച്ച് കുഴപ്പമില്ല. മുളകും മല്ലിയും ഒരുപോലെ നിന്നാലും കുഴപ്പമില്ല. എന്തായാലും രണ്ടും ഒരുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനമാണ് ഉണക്കമീനും വഴുതനങ്ങ കറി വയ്ക്കാൻ. ഇനി നമുക്ക് ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം. അടുപ്പിലേക്ക് വച്ചു. ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഉള്ളി വഴന്ന് വരണം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ വെള്ളം ഉണ്ടായിരുന്നതും അതിലേക്ക് നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട. കടുക് ഇട്ട് കൊടുത്ത് പിന്നെ 2 ഉള്ളി ഇതിലോട്ട് ഇട്ടേക്കാം. കടുക് വറക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ കടുക് വറക്കാനായിട്ട് അരിഞ്ഞില്ല. അങ്ങനെ വേണ്ട, കടുക് വറക്കണമെന്നും ഇല്ല. താല്പര്യമുള്ളവർക്ക് കടുക് വറക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളിയിട്ട് വഴറ്റി എടുക്കാം. ഉള്ളി ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്കിടാം. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് നിനക്കേ പറ്റുള്ളൂ. പച്ചമുളക് ഇട്ടു. അതതിൻ്റെ പച്ചപ്പ് മാറിക്കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്കിടാം.
ഉള്ളി നല്ലതായിട്ട് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് അല്പം ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യാം. ശകലം ഉപ്പ്, നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി നല്ലതായിട്ട് വഴരണം, വഴന്ന് നല്ല ഇതാകണം. അല്പം നേരം ഒന്ന് വഴരാൻ വേണ്ടി നമുക്ക് അത് അടച്ചു വയ്ക്കാം. തുറന്ന് നോക്കാം. ഉള്ളി വഴന്ന് വരാനുണ്ട്. വീഡിയോ കട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് വഴുതനങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങ അതിലേക്ക് ആഡ് ചെയ്യാം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് അതും നല്ലതായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്കല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം.
ഇപ്പം എനിക്ക് മഞ്ഞൾപ്പൊടി എന്തോ വെച്ചാലും മഞ്ഞൾപ്പൊടി ഇച്ചിരി അല്പം ഞാൻ കൂടുതൽ ചേർക്കും. മഞ്ഞൾപ്പൊടി നല്ലതാണല്ലോ, ദോഷമല്ലല്ലോ. എന്ത് വെച്ചാലും എനിക്ക് മഞ്ഞൾപ്പൊടി അല്പം ഞാൻ കൂടുതൽ ചേർക്കും. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ആവശ്യത്തിന് ഉള്ളത് മതി. എരി കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ചേർക്കാം. ഞാനിപ്പം ഇച്ചിരി എരി വേണം, അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ മല്ലിപ്പൊടി കണക്കിനാണ് എടുത്ത് വെച്ചത്, അതുകൊണ്ട് അതിൽ നിന്ന് മാറ്റേണ്ടി വന്നില്ല. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുളക് പൊടി ഒന്ന് മൂത്ത് വരണം. കുറച്ച് നേരം ഇളക്കുമ്പോൾ അത് റെഡിയാകും. കാണാൻ പറ്റുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കരിയാപ്പിലയൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. മുളക് പൊടി മല്ലിപ്പൊടിയും ഒന്ന് മൂക്കണം. ഒരുമാതിരി നിറമൊന്ന് മാറിയ പച്ച ചുവ മാറിക്കിട്ടണം. അപ്പം അതുപോലെ അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് അല്പം വെള്ളം ചേർക്കാം. അല്പമല്ല, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇളക്കാം. അത് വേകാനുള്ള വെള്ളം നമ്മൾ വയ്ക്കണം. നമുക്കറിയാമല്ലോ വഴുതനങ്ങയുടെ വേവല്ല ഉണക്കമീനുള്ളതെന്ന്. അപ്പോൾ അതനുസരിച്ച് വെള്ളം വയ്ക്കണം. പനിയായിരുന്നു, ചുമയ്ക്കുന്ന മുളക് മൂത്തപ്പോഴേ ഞാനിത്രയും വെള്ളം വെച്ചിട്ടുണ്ട്. മീനൊക്കെ വെന്ത് വരണ്ടേ. അപ്പം ഇതിത്രയും
റെഡിയായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ പറക്കിയിടണം. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും മീൻ ഇങ്ങനെ മുള്ള് കളഞ്ഞാണ് എടുത്തിരിക്കുന്നത്. കണ്ട ഇങ്ങനെ മുള്ള്, അത് നമ്മൾ അതിനകത്തോട്ട് പറക്കിയിടുകയാണ്. മീൻ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. വീഡിയോയ്ക്കകത്ത് എൻ്റെ ചുമയൊക്കെ കേൾക്കാം. എന്ത് ചെയ്യാനാ, പനിയായിരുന്നു. ഒരാഴ്ച മേളിൽ പനിയായിട്ട് കിടക്കുകയായിരുന്നു. ഇന്നലെയാണ് ഒരുമാതിരി സുഖമായത്. അപ്പം ഞാൻ ഓർത്തു ഇന്നിങ്ങനൊരു കറി വയ്ക്കാം. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു വീഡിയോയുടെ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന്. അപ്പം നമ്മുടെ കറി ഇങ്ങനെ ചേരുവകളെല്ലാം ചേർത്തു. എരി വേണ്ടിയവർക്ക് എരി ചേർക്കാം, എരി വേണ്ടാത്തവർക്ക് അതനുസരിച്ച് മുളക് പൊടി ചേർക്കാം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് പിഴുപുളി. അത് ഒരുപാട് വേണ്ട, ശകലം മാത്രം മതി, ഒരുപാട് പുളിയാകരുത്. ഞാനിപ്പം ഇത്രയും എടുത്തെങ്കിലും ഇത്രയും പുളി അതിൽ ചേർക്കുന്നില്ല. കാരണം പുളി കൂടിയാൽ കൊള്ളത്തില്ല. അതുകൊണ്ട് അതിലൊരു അല്പം പിഴുപുളിയുടെ ആഡ് ചെയ്യുവാണ്. ഇതണ്ട, ബാക്കി മാറ്റി. ആ പുളി നമുക്ക് വേണ്ട, ആവശ്യത്തിനുള്ള പുളി ചേർത്തു. നമ്മൾ ഉപ്പ് ഉള്ളി വഴരാൻ വേണ്ടി മാത്രമാണ് ഉപ്പ് ചേർത്തത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇനി ചേർത്ത് കൊടുക്കാം. ഞാൻ സ്പൂണൊന്നും അല്ല എടുക്കുന്നത് കേട്ടോ, എനിക്ക് കൈ കൊണ്ടൊക്കെ ഇട്ടെങ്കിലേ ഒക്കുകയുള്ളൂ. ഇതിപ്പം പഴയ രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഉപ്പ് ചിരട്ടയാണ് കണ്ടോ. ഇവിടെ എനിക്കത് ആവശ്യമാണ്, കൈയിട്ടൊക്കെ ഉപ്പ് എടുക്കാതെ. പിന്നെ സ്പൂണ്, പിന്നെ ഒരുപാട് വേണ്ട. ഉണക്കമീനല്ലേ, നമ്മൾ ഉണക്കമീനാകുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ഉപ്പ് ഒക്കെ ചേർത്താൽ മതി. പിന്നെ ഇത്രയും വഴുതനങ്ങ ഉള്ളിയെല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇതിന് അടുപ്പയിലിരുന്ന് വേകട്ടെ. വെന്ത് കഴിയുമ്പോൾ അടുപ്പയിലിരുന്ന് വേകട്ടെ. അല്പം തീ കൂട്ടിയിട്ട് കൊടുക്കാം ഗ്യാസ്. നമ്മുടെ ഉണക്കമീനും വഴുതനങ്ങക്കറിയും റെഡിയായി പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ കറി ഇങ്ങനെ കുറുകിയെടുക്കണം, വലിയ വെള്ളത്തിലാക്കാതെ കുറുകി. കറി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. എല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കണം, സൂപ്പറാണ്, നല്ല രുചിയാണ്. എല്ലാവരും പെട്ടെന്ന് നമുക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്.